Once again, all of you, welcome back to my YouTube channel. My name is Adira. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആതിര. നമ്മൾ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സ്റ്റേറ്റ് സിലബസിലെ കുട്ടികളുടെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്റ്റേറ്റ് സിലബസിലെ 10th സ്റ്റാൻഡേർഡിലെ കുട്ടികളുടെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതിനകത്ത് എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് തുടങ്ങിയത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ആദ്യം നമുക്ക് കണ്ടെത്തേണ്ടത്. അതിനു മുമ്പിട്ട് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുമ്പം നമ്മൾ 1ഉം 2ഉം ഗ്രൂപ്പിനെ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്നും 13 തൊട്ട് 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെ പി ബ്ലോക്ക് എലമെന്റ്സ് എന്നും 3 തൊട്ട് 12 വരെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. 3 തൊട്ട് 12 വരെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനെയാണ് നമ്മൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം അവരുടെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 4th പീരീഡ്, അതായത് 4ാമത്തെ പീരീഡ് തൊട്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ഏകദേശം മിഡിൽ പോർഷനിൽ വരുന്നതാണ് ഡി ബ്ലോക്ക് എന്ന് പറയുന്നത്. 3 തൊട്ട് 12 വരെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. 1ഉം 2ഉം ഗ്രൂപ്പ് എസ് ബ്ലോക്ക്, 13 തൊട്ട് 18 വരെ പി ബ്ലോക്ക്, 3 തൊട്ട് 12 വരെ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ്. അതിന്റെ പീരീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4ാമത്തെ പീരീഡ് തൊട്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഇതിനകത്തെ ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ്, സെക്കൻഡ് നിങ്ങൾക്ക് ടെക്സ്റ്റിൽ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രൂപ്പ്, സെക്കൻഡ് എലമെന്റ്, ദെൻ അതിന്റെ ലാസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ബാഹ്യതമ ഷെല്ല് വരെ ഉള്ളതേ അവർ എന്ത് ചെയ്തിട്ടുള്ളൂ, കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തന്നിരിക്കുന്ന സ്കാൻഡിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ആണ്. സ്കാൻഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 21 ആണ്. ഓക്കെ, ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് സ്കാൻഡിയം ആണ്. സ്കാൻഡിയം, അതിന്റെ അറ്റോമിക് നമ്പർ 21. അതിന്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പം 3D1 4s2 എന്നതായിരുന്നു സ്കാൻഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. 3D1 4s2 ആണ് സ്കാൻഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് കാണാൻ പറ്റും എത്രാമത്തെ പീരീഡിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, 4th പീരീഡ്, 4s2. ദെൻ ഇനി നമുക്ക് അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ എത്രയെന്നറിയാൻ ഈ എസിലെയും ഡിയിലെയും ഇലക്ട്രോൺസിനെ എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മാത്രം മതി. ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് അതിനകത്തെ ഡി ബ്ലോക്കിലും ഡി സബ്ഷനിലും എസിലും വരുന്ന ഇലക്ട്രോൺസിനെ അങ്ങ് എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ കൂട്ടിയാൽ മതി. അപ്പൊ ഡിയിൽ ഇവിടെ 1 പ്ലസ് എസില് 2, 1 പ്ലസ് 2 നമുക്ക് ചെയ്യുമ്പോൾ ടോട്ടൽ ആൻസർ 3 എന്ന് കിട്ടും. അതായത് സ്കാൻഡിയം എത്രാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത്, 3ാമത്തെ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഔട്ടർ മോസ്റ്റിൽ വരുന്ന ഡി സബ്ഷെലിനെയും എസ് സബ്ഷെലിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അതിനെ എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ടൈറ്റാനിയം എന്നൊരു എലമെന്റ് ആണ്. ഓക്കെ, അപ്പൊ 4ാമത്തെ ഗ്രൂപ്പാണ് അവിടെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ സ്കാൻഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റ് വരുന്നത് 3D2 4s2 ആണ്. അപ്പൊ ഡിയിൽ 2, എസിൽ 2, 2 + 2 ആകുമ്പോൾ 4. അപ്പൊ എത്രാമത്തെ പീരീഡ് ആണ്, 4ാമത്തെ പീരീഡ്. അടുത്തത് വനേഡിയം ആണ്. അതിന്റെ ലാസ്റ്റ് വരുന്ന ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 3D3 4s2. അപ്പം 3 + 2 എടുക്കുമ്പോൾ എത്ര കിട്ടും, 5. 3 + 2 5. അപ്പൊ എത്രാമത്തെ പീരീഡ് ആണ് കണ്ടുപിടിക്കാം, 5. അതേപോലെ ക്രോമിയത്തിന്റെ അതിൽ 5 പ്ലസ് എത്ര ഉണ്ട്, 1. 5 + 1 നമുക്ക് എടുക്കുമ്പോൾ എത്ര കിട്ടുന്നത്, 6. 5 + 1 എന്ന് പറഞ്ഞാൽ 6. ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എടുത്ത് അതിനകത്ത് സം ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 6 എന്നൊരു ആൻസർ കിട്ടും. അടുത്തതാണ് മാംഗനീസ്. മാംഗനീസിന്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ 3D5 4s2 ആണ്. 5 + 2 എന്ന് പറയുമ്പോൾ 7. എത്രാമത്തെ ഗ്രൂപ്പാണ്, 7ാമത്തെ ഗ്രൂപ്പ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അയൺ. അതിന്റെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 3D6 4s2 എന്നാണ്. 3D6 4s2. അപ്പം ഡിയിൽ 6ഉം എസിൽ 2. 6 + 2 എടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 8 എന്നുള്ള ആൻസർ കിട്ടും. അപ്പം ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. ഔട്ടർ മോസ്റ്റ് വരുന്ന എസ് സബ്ഷെലിനകത്തെയും ഡിക്കകത്തെയും ഇലക്ട്രോൺസ് എന്ത് ചെയ്താൽ മതി, സം ചെയ്താൽ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് എന്ത് ചെയ്യാം, കണ്ടെത്താൻ സാധിക്കും. നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ചാല് ഇതുപോലെ തന്നെ ഇവരുടെ കോമൺ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് പറയുമ്പം അവരെന്താണ്, മെറ്റൽസ് ആണ്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ് നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് ഈ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ നമ്മൾ പറയാറുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറയാറ് ഉണ്ട്. എന്നാൽ ഈ 12ാമത്തെ ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ 3 എലമെന്റ്സ്
ട്രാൻസിഷൻ എലമെന്റ്സിന്റെ കോമൺ പ്രോപ്പർട്ടീസ് ഒന്നും എന്ത് ചെയ്യാറില്ല, കാണിക്കാറില്ല. സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ 3 എലമെന്റ്സ് 12ാമത്തെ ഗ്രൂപ്പിലാണ്, അതായത് ട്രാൻസിഷൻ എലമെന്റ്സിൽ വരുന്നതാണ്. എന്നാൽ സിങ്ക്, കാഡ്മിയം, മെർക്കുറി ഈ 3 എലമെന്റ്സ് ട്രാൻസിഷൻ എലമെന്റ്സ് കോമൺലി കാണിക്കുന്ന പ്രോപ്പർട്ടീസ് ഒന്നും തന്നെ കാണിക്കത്തില്ല. അതായത് ട്രാൻസിഷൻ എലമെന്റ്സിന്റെ പൊതു സ്വഭാവങ്ങൾ ഒന്നും കാണിക്കാത്ത 3 മൂലകങ്ങളാണ് സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറയുന്നത്. ഇനി അപ്പം അവര് പൊതുവിൽ എന്തായിരിക്കും, മെറ്റൽസ് ആയിരിക്കും. പിന്നെ നമ്മൾ എന്താണ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പം പെനൽറ്റിമേറ്റ് തൊട്ട് മുമ്പുള്ളതിനകത്ത് ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യുന്നു, ഫില്ല് ചെയ്യുന്നു. പിന്നെന്ന് പറയുമ്പോൾ 3 തൊട്ട് 12 വരെയാണ് അവരുടെ ഗ്രൂപ്പ് വരുന്നത്, 3 തൊട്ട് 12 വരെ. അപ്പൊ മെറ്റൽസ് ആണ്, പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് 3 തൊട്ട് 12 വരെ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനെ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയാം. ഇത് ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ 4ാമത്തെ പീരീഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, 3 തൊട്ട് 12 വരെയാണ് അവരുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി ഔട്ടർ മോസ്റ്റിൽ വരുന്ന എസും ഡിയും കൂടെ അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത് സം ചെയ്താൽ നമുക്ക് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ സാധിക്കും. പിന്നെ അവര് മെറ്റൽസ് ആണ്. പിന്നെന്ന് പറയുന്നത് പെനൽറ്റിമേറ്റ് ഷെല്ലിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ അത് 3 തൊട്ട് 12 വരെ ഗ്രൂപ്പിൽ വരുന്നതെല്ലാം ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആയിരിക്കും. ഇനി എന്ന് പറയുമ്പം ഈ എസും പിയും ബ്ലോക്ക് എലമെന്റ്സിനെ എടുക്കുമ്പോൾ അവർ സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഒരേ ഗ്രൂപ്പിൽ കാണിക്കുന്നത്. എസ് ബ്ലോക്ക് എലമെന്റ്സും പി ബ്ലോക്ക് എലമെന്റ്സും ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഗ്രൂപ്പിൽ കാണിക്കുന്നത്. കാരണം അവരുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്നായത് കൊണ്ടാണല്ലോ അവർ എന്താണ് ഒരേ ഗ്രൂപ്പിൽ വരുന്നത്. എന്നാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പിൽ മാത്രമല്ല പിരീഡിലും എന്ത് ചെയ്യുന്നുണ്ട്, സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. കാരണം പിരീഡിലും ഗ്രൂപ്പിലും ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായി വരും, സെയിം ആയിട്ട് വരും. ബാഹിതമായ ഇലക്ട്രോൺ വിന്യാസം ഡി ബ്ലോക്ക് എലമെന്റ്സിനെ സംബന്ധിച്ച് ഗ്രൂപ്പിലും പിരീഡിലും സെയിം ആയിട്ട് കാണിക്കുന്നത് കൊണ്ട് അവർക്ക് ഒരേ പ്രോപ്പർട്ടീസ്, ഗ്രൂപ്പിലെ പ്രോപ്പർട്ടീസും പിരീഡിലെ പ്രോപ്പർട്ടീസും ഒന്നായിരിക്കും. എന്നാൽ എസ് ബ്ലോക്കും പി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പിൽ മാത്രമേ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കത്തുള്ളൂ, പീരീഡിൽ സെയിം പ്രോപ്പർട്ടീസ് അല്ല കാണിക്കുന്നത്. കാരണം ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഡിഫറൻറ്റ് വരുന്നുണ്ട്. എന്നാൽ ഡി ബ്ലോക്ക് എലമെന്റ്സ് പീരീഡിലും ഗ്രൂപ്പിലും സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നു. കാരണം അവരുടെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയത് കൊണ്ടാണ്. ദെൻ എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റും അതേപോലെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്നാണ് നമ്മുടെ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ്. ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പറയുന്നതിന് മുമ്പ് വാലൻസി എന്നൊരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, വാലൻസി. അപ്പം വാലൻസി മീൻസ് എന്തായിരുന്നു, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിൻഡ് ഓർ ലോസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് gained or lost ആണല്ലോ. ഒന്നുകിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് വാങ്ങിയത് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടാൽ നമുക്ക് എന്തെന്ന് പറയാം, വാലൻസി എന്ന് പറയാം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കണ്ടന്റ് തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഓക്സിഡേഷൻ എന്നും പറയുന്നത്. ഈ നമ്മൾ എസ് ബ്ലോക്കും പി ബ്ലോക്കും പറഞ്ഞപ്പോൾ അവർക്ക് ഫിക്സഡ് വാലൻസി ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണെന്ന് പറഞ്ഞു. എന്നാൽ ഡി ബ്ലോക്ക് എലമെന്റ്സിനെ സംബന്ധിച്ച് ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. അതെന്താണ് നമുക്കൊരു എക്സാമ്പിളിലൂടെ നോക്കാം. FeCl2. ഓക്കെ, FeCl2 അതിന്റെ പേരെന്ന് പറയുമ്പോൾ ഫെറിക് ക്ലോറൈഡ്. FeCl2 എന്ന് വെച്ചാൽ ഫെറിക് ക്ലോറൈഡ്. അപ്പം Fe എന്ന് പറയുമ്പോൾ അറ്റോമിക് നമ്പർ 26 ആണ് കേട്ടോ, അറ്റോമിക് നമ്പർ 26. അതുകൊണ്ട് തന്നെ അത് ഏതിനകത്ത് വരുന്നുണ്ട്, ഡി ബ്ലോക്ക് എലമെന്റ്സിൽ വരുന്നുണ്ട്. ഇനി ഈ ഫെറിക് ക്ലോറൈഡിനകത്ത് ക്ലോറിന്റെ വാലൻസി എത്രയാണ്, ക്ലോറിന്റെ വാലൻസി എന്ന് പറയുന്നത് 1 ഇവിടെ നമ്മൾ നോക്കുമ്പോൾ FeCl2 എന്നാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ ഈ ഫോർമുലയിൽ നിന്ന് തന്നെ നമുക്ക് രണ്ടുപേരുടെയും വാലൻസി എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. ക്ലോറിന്റെ വാലൻസി ആയിരിക്കണോ അല്ലെ ആർക്ക് കിട്ടുന്നത്, അയൺ. അപ്പൊ ഇവിടെ എത്ര ഉണ്ട്, 1. Cl2 എന്ന് കൊടുത്താൽ അത് ആരുടെ വാലൻസി ആയിരിക്കണം, അയണിന്റെ വാലൻസി ആണ്. അതായത് FeCl2 അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, FeCl2 അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. ഓക്കെ, അയണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ +2 ആണ്. അതിന്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതണം, Fe2+. ഓക്കെ,
ഈ അപ്പം FeCl2 എന്ന് പറയുമ്പോൾ അതൊരു കോമ്പൗണ്ട് അല്ലെങ്കിൽ സംയുക്തം. നെക്സ്റ്റ് നമുക്ക് സെക്കൻഡ് കോളം എന്ന് പറയുമ്പോൾ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പിന്നെ എന്ന് പറയുമ്പോൾ അതിന്റെ സിമ്പൽ ആണ് നമ്മളൊക്കെ എഴുതേണ്ടത്. അപ്പം FeCl2 അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അതിന്റെ സിമ്പൽ എന്ന് പറയുമ്പോൾ Fe2+. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു FeCl3. FeCl3 ആണെങ്കിൽ ഇവിടെ ക്ലോറിന്റെ വാലൻസി എത്ര വന്നിരിക്കുന്നത് 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരണം +3. അതായത് സിമ്പിൾ എന്തായിരിക്കും Fe3+. ഓക്കെ, Fe3+ എന്നാണ് അവിടെ വരുന്നത്. അതായത് അയൺ ഒരേ എലമെന്റ് തന്നെ ഒരിടത്ത് എന്ത് ചെയ്തു, ഒരിടത്ത് Fe2+ ആയിരുന്നു, വേറൊരിടത്തത് എന്തായി Fe3+ ആയിട്ട്. അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എന്തുണ്ട്, വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ട്രാൻസിഷൻ എലമെന്റ്സ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വേരിയിങ് കാണിക്കുന്നത് എന്തുകൊണ്ട് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് നോർമൽ എന്ത് ചെയ്യാം, ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, Feയിൽ നിന്ന് Feയുടെ അറ്റോമിക് നമ്പർ എത്രയാണെന്ന് അറിയാമോ? Fe അതായത് അയണിന്റെ അറ്റോമിക് നമ്പർ 26. നോർമൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതാം. 1s2 2s2 2p 6 3s2 3p 6 4s2 3d 6 അല്ലെ, 4s2 3d 6. 1s2 2s2 2p6 ആയപ്പോൾ 10, 3s2 12, 3p6 ആയപ്പോൾ 18, 4s2 ആകുമ്പോൾ 20, 3d6 ആകുമ്പോൾ 26. ഇതാണ് എന്തെന്ന് പറയുന്നത് ഈ അയണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പം ഇതിനകത്ത് ഇത് എന്തായി മാറണം, Fe2+ ആയിട്ട് മാറണം. 2+ മീൻസ് അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് നഷ്ടപ്പെട്ടു, 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. Fe2+ എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അതിന്റെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് 1s2 2s2 2p 6 3s2 3p 6 4sൽ നിന്ന് നമ്മൾ 2 ഇലക്ട്രോണെ എന്ത് ചെയ്തു, അങ്ങ് കൊടുത്തു. 4sൽ നിന്ന് 2 ഇലക്ട്രോണെ കൊടുത്തു. ഇനി എന്നിട്ടോ 3d6 4xൽ നിന്ന് നമ്മൾ 2 ഇലക്ട്രോണെ കൊടുത്തു കഴിയുമ്പം പിന്നെ വരുന്ന കോൺഫിഗറേഷൻ എന്താണ്, 1s2 2s2 2p6 3s2 3p6 3d6 എന്നതാണ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അതായത് ഈ എസിനുണ്ടായിരുന്ന 2 ഇലക്ട്രോണെ നമ്മൾ അങ്ങ് കൊടുത്തു. അതുകൊണ്ടാണ് അത് എന്തായി മാറിയത്, Fe2+ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. ഇനി എന്ന് പറയുമ്പം ഈ Fe2+ ആയത് എസിനകത്ത് 2 ഇലക്ട്രോൺസിനെ അത് എന്ത് ചെയ്തു, ലോസ് ചെയ്തു. അതുകൊണ്ടാണ് എന്ത് ചാർജ് വന്നത്, പ്ലസ് ചാർജ് വന്നിരിക്കുന്നത്. ലോസ് ചെയ്യുന്നവർക്ക് പ്ലസ് ചാർജും ഗെയിൻ ചെയ്യുന്നവർക്ക് മൈനസ് ചാർജുമാണ്. ഇവിടെ അയൺ എത്ര ചെയ്തു, 2 ഇലക്ട്രോണിനെ കൊടുത്തു. അതുകൊണ്ട് അതിന് പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ പ്ലസ് ചാർജ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് അത് എന്തായി മാറിയത്, Fe2+ ആയിട്ട് മാറിയിരിക്കുന്നത്. ഇനി അടുത്തെയാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് Fe3+ ആവണമെന്ന് കരുതാം. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ Fe2+ ആണല്ലോ. ഇനി അത് എന്തായി മാറണം, Fe3+ ആയിട്ട് മാറണമെങ്കിൽ ഒരു ഇലക്ട്രോണിനെയും കൂടെ അത് കൂടുതലായിട്ട് എന്ത് ചെയ്യണം, കളയണം. അപ്പൊ 2+ന്റെ കോൺഫിഗറേഷൻ ഇതാണെങ്കിൽ 3+ എന്ന് പറയുമ്പോൾ എന്താണ്, 1s2 2s2 2p 6 3s2 3p 6 3d എന്ത് വരണം 5 3d6 ആയിരുന്നു. അതിൽ ഒരെണ്ണവും കൂടി എന്ത് ചെയ്തു, നഷ്ടമായി. അപ്പോൾ അത് എന്തായി മാറിയത്, Fe3+ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ സംബന്ധിച്ച് ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ല് മാത്രമല്ല ഇലക്ട്രോണിനെ എന്ത് ചെയ്യുന്നത്, ലോസ് ചെയ്യുന്നത്. അതിന് തൊട്ട് മുമ്പേ ഉള്ള സബ്ഷെല്ലിൽ നിന്നും കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രോണിനെ കൊടുക്കുന്നുണ്ട്. അതായത് തൊട്ട് മുമ്പുള്ള ഷെല്ലും ഇലക്ട്രോൺ അല്ലെങ്കിൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. കാരണം ഈ എസും ഡിയും സബ്ഷെല്ലുകൾ തമ്മിൽ എനർജിയിൽ വലിയ ഡിഫറൻസ് ഇല്ല. ഈ ഔട്ടർ മോസ്റ്റിൽ വരുന്ന എസും ഡിയും തങ്ങളിൽ വലിയ എനർജി ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ എസും ഡിയും ഒരേ സമയം എന്ത് ചെയ്യുന്നു, റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് കൊണ്ടാണ് ഡി ബ്ലോക്ക് എലമെന്റ്സിന് ഡിഫറന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. എന്താ കാരണം പറഞ്ഞത്, ഡി ബ്ലോക്ക് എലമെന്റ്സിനകത്തെ ആ എലമെന്റ്സിന്റെ എസും ഡിയും ഔട്ടർ മോസ്റ്റിൽ വരുന്ന എസും ഡിയും തങ്ങളിൽ എനർജി ഡിഫറൻസ് വലുതായിട്ടില്ല. അതുകൊണ്ട് തന്നെ എസും ഡിയും എന്ത് ചെയ്യുന്നു, റിയാക്ഷനിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ടാണ് അത് വേരിയിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് പലതായിട്ട് കാണിക്കുന്നത്. ഓക്കെ ആണല്ലോ.
നെക്സ്റ്റ് നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്. അതിനകത്ത് കോമ്പൗണ്ട്, അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, പിന്നെ അതിന്റെ സിമ്പൽ, ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് എഴുതണം. ഓക്കെ ആണല്ലോ. ആദ്യം നമുക്ക് തന്നിരിക്കുന്നത് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ MnCl2 ആണ് കേട്ടോ. MnCl2 എന്നതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട്. MnCl2 എന്ന് പറയുമ്പം ഇതിനകത്ത് ക്ലോറിന്റെ വാലൻസി എത്ര വന്നിട്ടുണ്ട്, 2 ആണ് കൊടുത്തിരിക്കുന്നത് അല്ലയോ. MnCl2 എന്ന് പറയുമ്പോൾ ആ മാംഗനീസിന്റെ എത്ര ആണ്, +2 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പൊ നമുക്ക് സിമ്പൽ എന്ത് കൊടുക്കാം, Mn2+ എന്ന് കൊടുക്കാം. Mn2+ എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് MnO2 ആണ് കേട്ടോ. MnO2 ആണ്. MnO2 വരണമെങ്കിൽ അവിടെ എന്തുണ്ട്, നമുക്ക് നോർമലി ഒന്ന് എഴുതാം. മാംഗനീസിന് എത്ര ഉണ്ട് വാലൻസി, 2. ഓക്സിജൻ വാലൻസി എത്ര ആണ്, 2. അങ്ങനെ ആകുമ്പോൾ രണ്ടും എന്ത് ചെയ്യണം, കട്ട് ചെയ്ത് പോകണം. അപ്പൊ ഇവിടെ ഇപ്പോഴും 2 നിൽക്കുന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര ഉണ്ടായിരുന്നിരിക്കണം, അതായത് ഓക്സിജന്റെ അടുത്ത് എത്ര ഉണ്ടായിരിക്കണം, 4 വന്നിരുന്നാൽ മാത്രമല്ലേ അവിടെ ഇപ്പൊ 2 നിൽക്കത്തുള്ളൂ. അതായത് ഇവിടെ എത്ര വരണം, 4. ഓക്കെ ആണല്ലോ, 4. അപ്പൊ നമുക്ക് ഈ 2 കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ആവും, 2. അതാണ് ഈ ഫോമിൽ എന്ത്, MnO2 എന്ന് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇവിടെ എത്ര ആയിരുന്നു, +4. അവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പം +4 ആണ്. ഇവിടെ എത്ര വരണം, Mn4+ എന്നാണ് വരേണ്ടത്. Mn4+. അടുത്തെന്ന് പറയുമ്പം Mn2O3. ഓക്കെ, Mn2O3 ഡയറക്റ്റ് ആയിട്ട് പറയാം. ഇവിടെ എത്ര ആണ് വന്നിരിക്കുന്നത്, ഓക്സിജന് 3. അപ്പൊ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര, +3. അങ്ങനെ ആയപ്പം Mn3+. നെക്സ്റ്റ് എന്ന് പറയുമ്പം Mn2O7. Mn2O7 അതായത് +7 ആണ്. Mn7+ എന്ന് വരണം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് മോളിക്കുലാർ ഫോമിൽ എഴുതാൻ അറിയാവുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് തന്മാത്രാ സൂത്രവാക്കി എഴുതാൻ പറ്റുന്ന കുട്ടികൾക്ക് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ജസ്റ്റ് മാംഗനീസിന് വന്നിരിക്കുന്നത് ക്ലോറിന്റെ വാലൻസിയും ക്ലോറിന് വരുന്നത് മാംഗനീസിന്റെ വാലൻസി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ മാംഗനീസിന് എത്ര വന്നിരിക്കുന്നത്, ഇവിടെ ഓക്സിജന് 2 വന്നു എങ്കിൽ ഇവിടെ ഒരു നമ്പറും കൂടെ എന്ത് ചെയ്യാനുണ്ട്, വരാനുണ്ട്. അപ്പം ഇവിടെ മാംഗനീസിന് എത്ര ഉണ്ടായിരിക്കും, നോർമലി മാംഗനീസിന് 4 ആയിരുന്നിരിക്കണം. ഓക്സിജന്റെ വാലൻസി 2 ആണ്, ആണല്ലോ. ഓക്സിജന്റെ വാലൻസി 2. അപ്പൊ മാംഗനീസിന്റെ വാലൻസി ആർക്ക് കിട്ടണം, ഓക്സിജനും. ഓക്സിജന്റെ വാലൻസി മാംഗനീസിനുമാണ് കിട്ടേണ്ടത്. അപ്പൊ ഫോർമുല വരുന്നതെന്ന് വെച്ചാല് Mn2O4. രണ്ടും 2ന്റെ ടേബിളിൽ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ 2ന്റെ പട്ടികയിൽ വരുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. 1 2 ഇവിടെ എന്താണ് 2. അപ്പൊ നമുക്ക് ഫോർമുല എന്ത് കിട്ടും, MnO2 എന്ന് കിട്ടും. അതായത് കറക്റ്റ് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര ഉണ്ടായിരുന്നു, 4. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഈ 4 എഴുതിയിരിക്കുന്നത്. അത് ജസ്റ്റ് ഒരു ചെറിയൊരു സംശയം വരാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഒന്നും കൂടെ എടുത്ത് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഇവിടെ എല്ലാം മാംഗനീസ് ആണ്. 2+, 4+, 3+, 7+. അപ്പൊ ഇവിടെ എല്ലാം അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, വേരി ചെയ്യുന്നുണ്ട്. 4+, 2+, 4+, 3+, 7+. ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, വേരി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്, ഔട്ടർ മോസ്റ്റിൽ വരുന്ന എസും ഡിയും തങ്ങളിൽ എനർജിയിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് അത് രണ്ടും ഒരേ സമയം റിയാക്ഷനിൽ എന്ത് ചെയ്യും, പങ്കെടുക്കും. അതുകൊണ്ടാണ് അത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരി ആയിട്ട് കാണിക്കുന്നത്. ഇനി അവരുടെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കളേർഡ് കോമ്പൗണ്ട്സിനെ എന്ത് ചെയ്യും, ഇവര് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ട്രാൻസിഷൻ എലമെന്റ്സ് വരുന്ന കോമ്പൗണ്ട്സിനായിരിക്കും എന്തുണ്ടായിരിക്കുന്നത്, കളറ് കാണിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഈ ട്രാൻസിഷൻ മെറ്റൽ, ആ കോമ്പൗണ്ടിനകത്ത് ട്രാൻസിഷൻ മെറ്റൽ ഉള്ളത് കൊണ്ടാണ് അത് കളറ് കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ എന്ന് പറയുമ്പം കോപ്പർ സൾഫേറ്റ് കേട്ടോ, CuSO4, കോപ്പർ സൾഫേറ്റ്. ഇതിനകത്ത് ഒരു മെറ്റൽ ഉണ്ട്, നമ്മുടെ കോപ്പർ കേട്ടോ. കോപ്പർ ഇത് എന്തിന് എക്സാമ്പിളാ, ഈ കോപ്പർ എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽ ആയിരുന്നു. കോപ്പർ എന്ന് പറയുന്നത് ട്രാൻസിഷൻ മെറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിറം എന്താണ്, ബ്ലൂ. ഓക്കെ, ഇതിന്റെ നിറം എന്ന് പറയുന്നത് ബ്ലൂ ആണ്. ഇപ്പം കളേർഡ് കോമ്പൗണ്ട്സ് ആണ് എങ്കിൽ അതിനകത്തെല്ലാം എന്തുണ്ടായിരിക്കണം, ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ ട്രാൻസിഷൻ മെറ്റലിന്റെ ഒരു അയോൺ അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് അത് എന്ത് കാണിക്കുന്നത്, കളറ് കാണിക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് അവിടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് കൊബാൾട്ട് നൈട്രേറ്റ്. കൊബാൾട്ട് നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ കൊബാൾട്ട് എന്തിന് എക്സാമ്പിൾ ആണ്, ട്രാൻസിഷൻ മെറ്റലിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് അത് എന്ത് കാണിക്കും, നിറം കാണിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, KMnO4. അതിനകത്ത് മാംഗനീസ് ഉണ്ട്, അതും എന്ത് ചെയ്യുന്നു, ട്രാൻസിഷൻ മെറ്റൽ ആണ്. അതിന്റെ ഒരു അയൺ അതിനകത്ത് ഉള്ളത് കൊണ്ട് അതിന് കളറുണ്ട്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത്
FeSO4 അതിനകത്ത് Fe എന്തിന് എക്സാമ്പിളാ? ട്രാൻസിഷൻ മെറ്റലിന് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് അത് എന്ത് ചെയ്യും? കളറ് കാണിക്കാം. അപ്പൊ കളേർഡ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ എലമെന്റ്സ് അതിനകത്ത് ഉണ്ടായിരിക്കും. ട്രാൻസിഷൻ എലമെന്റ്സിന്റെ അയോൺസ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് ആ കോമ്പൗണ്ട്സ് എന്ത് ചെയ്യുന്നത്? കളറ് കാണിക്കുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ട്രാൻസിഷൻ എലമെന്റ്സ് ഉപയോഗിച്ചാൽ നമ്മൾ കളേർഡ് ഗ്ലാസും ഓയിൽ പെയിന്റിങ് തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് നമ്മൾ ഈ കളേർഡ് അതായത് ട്രാൻസിഷൻ എലമെന്റ്സിനെയാണ് എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. ട്രാൻസിഷൻ എലമെന്റ്സിനെ നമ്മൾ ഓയിൽ പെയിന്റിങ്ങിനും അതേപോലെ കളേർഡ് ഗ്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റിയിട്ടാണ്. ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പ് തൊട്ട് 12ാമത്തെ ഗ്രൂപ്പ് വരെയാണ്. 4ാമത്തെ പീരീഡിൽ നിന്നാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ വന്ന് നിൽക്കുന്നത് ഡിയും എസും 4s. അത് നമുക്ക് എന്തായാലും 4ാമത്തെ പീരീഡ് എന്ന് പറഞ്ഞുകൊണ്ട് 4s വന്ന് നിൽക്കണം. പിന്നെ അതിന്റെ ഗ്രൂപ്പ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഔട്ടർ മോസ്റ്റിൽ വരുന്ന എസും ഡിയും സബ്ഷെല്ലിലെ ഇലക്ട്രോൺസിനെ തങ്ങളിൽ സം ചെയ്തിട്ടാണ് നമ്മൾ അതിന്റെ ഗ്രൂപ്പ് കണ്ടെത്തുന്നത്. പീരീഡ് നിങ്ങൾക്ക് അറിയാം, ഔട്ടർ മോസ്റ്റ് വരുന്ന ഷെല്ലിന്റെ നമ്പർ എത്രയാണോ അതാണ് അതിന്റെ പീരീഡ് എന്ന് പറയുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സ് ഗ്രൂപ്പിൽ മാത്രമല്ല പീരീഡിലും സെയിം പ്രോപ്പർട്ടീസ് കാണിക്കുന്നത്. അവരുടെ ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് ഗ്രൂപ്പിലും പീരീഡിലും അവർ എന്ത് ചെയ്യാറുണ്ട്? സെയിം പ്രോപ്പർട്ടീസ് കാണിക്കാറുണ്ട്. പിന്നെ പറഞ്ഞതെന്ന് വെച്ചാൽ അവര് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? വേരി ചെയ്ത് കാണിക്കുന്നു. കറക്റ്റ് ആയിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഫിക്സഡ് ആയിട്ട് അവർക്ക് എന്തില്ല? ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല. കാരണം ഔട്ടർ മോസ്റ്റിൽ വരുന്ന എസും ഡിയും തങ്ങളിൽ എനർജിയിൽ വലിയ ഡിഫറൻസ് ഇല്ലാത്തത് കൊണ്ട് അവർ രണ്ടുപേരും റിയാക്ഷനിൽ പങ്കെടുക്കും. അതുകൊണ്ട് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യും? വേരി ചെയ്യും. ഈ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വേരി ചെയ്യുന്നത് കൊണ്ട് തന്നെ കളേർഡ് കോമ്പൗണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ ഈ എലമെന്റ്സിന് കഴിവുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് എവിടെ പറയാനുള്ളത്? ഡി ബ്ലോക്ക് എലമെന്റ്സിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്